തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ LDFന് മികച്ച വിജയം. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്കുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്തുകളിലും LDF വൻ മുന്നേറ്റമാണ് നടത്തിയത്. കേരള രാഷ്ട്രീയഗതി എങ്ങോട്ടാണെന്ന് നിർണയിച്ചാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDF സംസ്ഥാനത്താകെ ഗംഭീര വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന രാഷ്ട്രീയ പോരാട്ടമായതുകൊണ്ട് തന്നെ ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയാവുന്നു നഗര ഗ്രാമഭേദമന്യേ LDF നേടിയ ഈ ശക്തമായ വിജയം. ആകെയുള്ള 6 കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരവും കൊല്ലവും കോഴിക്കോടും തൃശൂരും LDFനാണ്. UDFന്റെ കുത്തകയായ കണ്ണൂരിൽ LDF ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലൂടെ UDFനെ തടുത്തു നിർത്തി. ഭരണത്തിലേറണമെങ്കിൽ ഇനി ഇവിടെ UDF വിമതന്റെ പിന്തുണ വേണം. എറണാകുളം കോർപ്പറേഷൻ എന്നാൽ UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ നിലനിർത്തി. മുനിസിപ്പാലിറ്റികളിൽ ആകെയുള്ള 86 സീറ്റുകളിൽ 44 LDF വിജയിച്ചു. 41 എണ്ണം UDFനും 1 എണ്ണം BJPക്കുമാണ്. പാലക്കാട് BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ജില്ലാ പഞ്ചായത്തുകളിൽ 7 വീതം LDFും UDFും നേടിയിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നിവ LDF നേടി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട്, കാസർഗോഡ് എന്നിവ UDFനാണ്. ആകെയുള്ള 152 ബ്ലോക്ക് പഞ്ചായത്തിൽ LDF 90 ബ്ലോക്ക് പഞ്ചായത്തുകൾ നേടിയപ്പോൾ UDFന് അത് 61 ചുരുങ്ങി. മറ്റുള്ളവർ 1 ബ്ലോക്ക് പഞ്ചായത്തും നേടി. ഗ്രാമപഞ്ചായത്തുകളിലും UDFന്റെ അടിവേരിളക്കി LDF വൻ രാഷ്ട്രീയ വിജയക്കുതിപ്പാണ് നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകളിലും ബ്ലോക്കുകളിലും LDF വ്യക്തമായ ആധിപത്യം നേടിയപ്പോൾ നഗരസഭകളിലും ജില്ലാ പഞ്ചായത്തിലും ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പം. കൊല്ലം, കോഴിക്കോട് കോർപ്പറേഷനുകൾ LDF നിലനിർത്തിയപ്പോൾ കൊച്ചി UDFും നിലനിർത്തി. തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിൽ UDFന് വൻ തിരിച്ചടി നേരിട്ടു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആർക്കും വ്യക്തമായ മേൽക്കൈയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വൻ മുന്നേറ്റം. UDF സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായി മാറിയ തദ്ദേശ തെരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും തിരിച്ചടിയേറ്റ LDFന് പുത്തൻ ഉണർവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം സമ്മാനിച്ചിരിക്കുന്നത്. ബാർ കോഴയ്ക്കും വർഗീയ പ്രീണനത്തിനുമുള്ള തിരിച്ചടി കൂടിയായി മാറി തെരഞ്ഞെടുപ്പ് ഫലം. സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ UDFനും കോൺഗ്രസിനും കനത്ത തിരിച്ചടിയായി മാറുകയായിരുന്നു. ദേശീയ സംഭവവികാസങ്ങളും ഫലത്തെ സ്വാധീനിച്ചു. ബീഫ് വിഷയവും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണങ്ങളും UDFന് തിരിച്ചടിയായി. BJPയെയും RSSനെയും പ്രതിരോധിക്കുന്നതിൽ UDFന് സംഭവിച്ച പരാജയങ്ങളും LDFന് സഹായകമായി മാറി. ജനവിധി അംഗീകരിച്ച് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന് വിലയിരുത്തൽ ആകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനും പറഞ്ഞിരുന്നതെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. അഴിമതിക്കും വർഗീയ വിപത്തിനുമെതിരായ വിധിയെഴുത്താണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. മതനിരപേക്ഷത ശക്തിപ്പെടണമെന്ന ജനവികാരമാണ് പ്രതിഫലിക്കുന്നതെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. അഴിമതിക്കെതിരായി കേരളത്തിലെ ജനങ്ങൾ നടത്തിയിട്ടുള്ള ശക്തമായ പ്രതികരണമാണ് LDFനുണ്ടായിട്ടുള്ള വിജയം. സർക്കാരിൻ്റെ വിലയിരുത്തലായിരിക്കുമെന്ന് ആദ്യമേ പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ഈ വിധിയെഴുത്ത് അംഗീകരിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറുണ്ടോ? അദ്ദേഹം ഈ വിധിയെഴുത്ത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ജനവിധി അംഗീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാവണം. BJP SNDP സഖ്യത്തിനുള്ള തിരിച്ചടി കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. LDFന്റെ സംശുദ്ധ രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കുമെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിനും ഐക്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ഈ വിജയം. BJPയുടെ വർഗീയ ഫാസിസ്റ്റ് നീക്കങ്ങളെ പ്രതിരോധിക്കാൻ LDFന് മാത്രമേ കഴിയൂ എന്ന കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ തിരിച്ചറിവ് കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. കൊല്ലം ജില്ലയിൽ RSPക്കും വയനാട് വീരേന്ദ്രകുമാറിൻ്റെ ജനതാദളിനും ഉണ്ടായ കനത്ത പരാജയം ഇവരുടെ അവസരവാദ UDF കൂട്ടുകെട്ടിന് ലഭിച്ച തിരിച്ചടിയാണ്. ഈ 2 പാർട്ടികളും അവരുടെ രാഷ്ട്രീയ നിലപാട് പുനഃപരിശോധിക്കേണ്ട സമയമായിരിക്കുകയാണ്. മുന്നണി എന്നുള്ള നിലയിൽ ഒത്തൊരുമയോടെ പ്രവർത്തിക്കാനായത് LDFന് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമാണ് സമ്മാനിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമിഫൈനൽ എന്ന നിലയിൽ LDF ആ കടമ്പ കടന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ UDFൽ പൊട്ടിത്തെറി. ബാർക്കോഴയിൽ മാണിയെ സംരക്ഷിച്ചതിനെ വിമർശിച്ച കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. പൂഞ്ഞാറിൽ കോൺഗ്രസ് വോട്ട് മറിച്ചെന്ന് മാണിയുടെ മറുപടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നേതൃമാറ്റ ചർച്ചകൾക്ക് I വിഭാഗം തുടക്കമിട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപേറ്റ പ്രഹരം നേതൃമാറ്റത്തിനുള്ള അവസരമായി കോൺഗ്രസിലെ I വിഭാഗം കാണുന്നു.
ബാർക്കോഴ തിരിച്ചടിയായെന്ന പൊതു അഭിപ്രായവും കോൺഗ്രസിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു. KM മാണിയെ സംരക്ഷിച്ച് പാർട്ടിയെ തകർക്കരുതെന്ന പരസ്യ പ്രസ്താവനകളുമായി ഭൂരിഭാഗം നേതാക്കളും രംഗത്തെത്തിക്കഴിഞ്ഞു. TN പ്രതാപനും VD സതീശനും VM സുധീരനും കടന്ന് AK ആന്റണിയും അവസാന നിമിഷത്തെ അടിയൊഴുക്കുകളെന്ന സൂചനയോടെ മാണിക്ക് നേരെ വിരൽ ചൂണ്ടുന്നു. അവസാന അവസാന ആഴ്ചകളിലുണ്ടായ അടിയൊഴുക്ക് എന്താണെന്ന് എനിക്ക് ഒരു ഡൽഹിയിൽ നിന്ന് ഒറ്റയ്ക്ക് പറയാൻ സാധ്യമല്ല. എന്തോ അടിയൊഴുക്ക് കേരളത്തിലെ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം പഠിക്കേണ്ടിയിരിക്കുന്നു. പരാജയത്തിന് പിന്നാലെ നേതൃമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു. തൊലിപ്പുറത്തെ ഒരു ചികിത്സ കൊണ്ട് ഭേദമാക്കാൻ കഴിയുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പരാജയ കാരണങ്ങളെപ്പറ്റി വളരെ ഗൗരവമായി പാർട്ടി UDFും പരിശോധിക്കും. തന്നെയുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായിരിക്കുന്ന ഈ വിജയം ഗൗരവതരമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. ചൊവ്വയും ബുധനുമായി ചേരുന്ന KPCC യോഗങ്ങൾ മാണിയുടെ വിധി എഴുതുന്നതിനോടൊപ്പം ഗ്രൂപ്പ് പോരുകൾക്കും തുടക്കം കുറിക്കും. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. SNDP BJP സഖ്യം സംസ്ഥാനത്ത് വിലപ്പോയില്ല. വെള്ളാപ്പള്ളിയുടെ തട്ടകത്തിൽ പോലും BJP നിലം തൊട്ടില്ല. കണിച്ചുകുളങ്ങരയിൽ BJP 3ാം സ്ഥാനത്തേക്ക് പോയി. SNDP പിന്തുണയോടെ BJP നേട്ടമുണ്ടാക്കും എന്ന് കരുതിയ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ LDF വൻ മുന്നേറ്റമാണ് നടത്തിയത്. രാഷ്ട്രീയ കേരളത്തിൽ ഏറെ ചർച്ചാ വിഷയമായ 3ാം മുന്നണി എന്ന പരീക്ഷണവുമായി തിരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയ SNDP യോഗ നേതൃത്വത്തിന് തുടക്കത്തിലെ തിരിച്ചടി ലഭിച്ചു. സംസ്ഥാന വ്യാപകമായി 700 SNDP സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിച്ചത്. എന്നാൽ 130 SNDP സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച ആലപ്പുഴയിൽ തന്നെ SNDP BJP സഖ്യത്തിന് കനത്ത തിരിച്ചടി ലഭിച്ചു. കൊല്ലം, കോട്ടയം, പാലക്കാട് തുടങ്ങി മറ്റ് ജില്ലകളിലും സമാനമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. SNDPയുടെ പേരിൽ BJP പിന്തുണയിൽ നിന്ന SNDP സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുകയും മറിച്ച് താമര ചിഹ്നത്തിൽ മത്സരിച്ച BJPക്ക് ഗുണം ലഭിക്കുകയും ചെയ്തു. SNDPയുടെ വോട്ടുകൾ ലഭിച്ചതാണ് BJP സ്ഥാനാർത്ഥികൾക്ക് നേട്ടം കൊയ്യാൻ കാരണമായതെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ അവകാശവാദം. എന്നാൽ SNDP സ്ഥാനാർത്ഥികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ വെള്ളാപ്പള്ളി കൈയൊഴിഞ്ഞു. BJPക്ക് വളരെയധികം മികച്ച ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചു. അതിൽ SNDPന്റെ 1% പോലും പങ്കില്ല എന്ന് പറയാൻ പറ്റുമോ? കാണുമായിരിക്കും. കാരണം 1% പോലും പങ്കില്ലെന്ന് ഞാൻ പറയാൻ നിന്നില്ല. പലയിടത്തും അവർ അങ്ങും ഇങ്ങും സപ്പോർട്ട് ചെയ്തും പരസ്പരം മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആലപ്പുഴയിൽ മത്സരിച്ചു, ഒരാൾ പോലും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. 158 ഇതിപ്പോൾ നിങ്ങൾ പറയണ നേരാണെന്ന് പറയണമെന്ന് എനിക്കറിയാം. കാര്യം പറയാം, ഞാൻ ഇതിനെപ്പറ്റി തിരക്കിട്ടില്ല. എനിക്കറിയില്ല. ദേശീയ തലത്തിലും മറ്റും BJPക്ക് ലഭിക്കുന്ന അംഗീകാരത്തിന്റെ ഭാഗമായാണ് താമരയ്ക്ക് കേരളത്തിൽ മുന്നേറാൻ സാധിച്ചതെന്ന് BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഭാരതീയ ജനതാ പാർട്ടിക്കും നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനുമെതിരായി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും നടത്തിയ കുപ്രചരണങ്ങൾ ജനങ്ങൾ പരിപൂർണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. SNDP BJP സഖ്യത്തിന്റെ പേരിൽ കേരളത്തിൽ പുതിയ മാറ്റം സംഭവിക്കുമെന്ന SNDP നേതൃത്വത്തിന്റെ പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടത്. ഇതോടെ 3ാം മുന്നണിയുടെ ഭാഗമായി 14-ന് SNDP നടത്താൻ ഉദ്ദേശിക്കുന്ന ജനമുന്നേറ്റ യാത്ര ആര് നയിക്കുമെന്ന ആശങ്കയാണ് യോഗ നേതൃത്വത്തിന് ഇപ്പോഴുള്ളത്. SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ സ്വന്തം വാർഡിൽ പോലും സഖ്യത്തിന് 3ാം സ്ഥാനത്ത് പോകേണ്ടി വന്നു. ഇത് SNDPക്ക് ഏറെ ക്ഷീണം ചെയ്തു. SNDP പിന്തുണയോടെ മത്സരിച്ച BJP ജില്ലാ പ്രസിഡന്റിന്റെ തോൽവിയും സഖ്യത്തിന്റെ പരീക്ഷണത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഗ്രാമപഞ്ചായത്തുകളിൽ LDF വൻ വിജയം സ്വന്തമാക്കി. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 550-ലധികം പഞ്ചായത്തുകൾ LDF സ്വന്തമാക്കിയപ്പോൾ 350ഓളം പഞ്ചായത്തുകൾ UDF നേടി. BJPക്ക് 10-ലധികം പഞ്ചായത്തുകൾ ലഭിച്ചു. അതേസമയം 17 ഗ്രാമപഞ്ചായത്തുകളിൽ UDFന് സീറ്റൊന്നും ലഭിച്ചില്ല. കഴിഞ്ഞ തവണ 583 ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം നേടിയ UDFന് ഇത്തവണ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ആകെയുള്ള 941 പഞ്ചായത്തുകളിൽ 550 എണ്ണത്തിലും ഇടതുപക്ഷം അധികാരത്തിലേക്കെത്തി. കോട്ടയം, മലപ്പുറം ഒഴികെയുള്ള ജില്ലകളിൽ UDFന് കനത്ത നഷ്ടമാണുണ്ടായത്. 350ഓളം പഞ്ചായത്തുകളിൽ മാത്രമേ UDFന് ഭരണത്തിലേക്ക് എത്താനായുള്ളൂ. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിൽ ഇടതുപക്ഷം വൻ ആധിപത്യം നേടി. ഉപതെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടിയ അരുവിക്കരയിലെ 6 ഗ്രാമപഞ്ചായത്തുകളും ഇടതിനൊപ്പം നിന്നു. SNDP BJP സംയുക്ത സ്ഥാനാർത്ഥികൾ മത്സരിച്ച ആലപ്പുഴ ജില്ലയിലെ ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളും ഇടതുപക്ഷത്തിനൊപ്പമാണ് നിന്നത്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വാർഡായ മാരാരിക്കുളം നോർത്ത് പഞ്ചായത്തിലെ കണിച്ചുകുളങ്ങര വാർഡിൽ BJP SNDP സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോയി. കാസർഗോഡ് ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ കോൺഗ്രസ് വിമതരുടെ കൂട്ടായ്മയായ
ജനാധിപത്യ വികസന മുന്നണി ഭരണം കൈയടക്കി. മലപ്പുറത്ത് കോൺഗ്രസും ലീഗും തമ്മിൽ മത്സരിച്ച 24 ഗ്രാമപഞ്ചായത്തുകളിൽ 10-ൽ മാത്രമാണ് ലീഗിന് ഭരണം നിലനിർത്താനായത്. ലീഗ് ഇതരർ ഒറ്റക്കെട്ടായി വികസന മുന്നണി എന്ന പേരിൽ മത്സരിച്ച 4 ഗ്രാമപഞ്ചായത്തുകളിൽ ലീഗിന് ഭരണം നഷ്ടമായി. എറണാകുളം കിഴക്കമ്പലത്ത് ഇരു മുന്നണികളെയും പരാജയപ്പെടുത്തി 2020 എന്ന സംഘടന വൻ ഭൂരിപക്ഷം നേടി. ഇവിടെ UDFന് ഭരണം നഷ്ടമായി. തോട്ടം മേഖലയിലെ 26 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ജനവിധി തേടിയ പൊമ്പളെ ഒരുമയ്ക്ക് 2 വാർഡുകളിൽ മാത്രമേ വിജയം നേടാനായുള്ളൂ. പഞ്ചായത്തുകളിലെ അന്തിമ ഫലം ലഭിച്ചുകൊണ്ടിരിക്കെ 40-ലധികം ഗ്രാമപഞ്ചായത്തുകളിൽ ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷം ഉണ്ടാവില്ലെന്ന സൂചനയും ലഭിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 6 കോർപ്പറേഷനുകളിൽ 2 എണ്ണത്തിൽ LDFും 1-ൽ UDFും വ്യക്തമായ ആധിപത്യം നേടി. കൊല്ലവും കോഴിക്കോടും LDF നേടിയപ്പോൾ കൊച്ചിയിൽ UDF തുടർഭരണം ഉറപ്പാക്കി. തിരുവനന്തപുരത്തും തൃശൂരും ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം നേടാനായില്ല. കണ്ണൂരിൽ ഇരു മുന്നണികളും 27 സീറ്റുകൾ വീതം നേടി. 6 കോർപ്പറേഷനുകളിൽ കൊച്ചി മാത്രമാണ് UDFന് നിലനിർത്താനായത്. 74 വാർഡുകളിൽ 38 വാർഡുകൾ പിടിച്ചാണ് UDF കൊച്ചിയിൽ ഭരണം നിലനിർത്തിയത്. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ 10 സീറ്റിന്റെ കുറവ്. കേവല ഭൂരിപക്ഷം മാത്രമാണ് ഇവിടെ ലഭിച്ചത്. LDFന് 23 സീറ്റും BJPക്ക് 2 സീറ്റും കൊച്ചിയിൽ ലഭിച്ചു. കണ്ണൂരിലും തൃശൂരിലും വൻ തിരിച്ചടിയാണ് UDFന് നേരിടേണ്ടി വന്നത്. തൃശൂരിൽ 2010-ൽ 40 സീറ്റിൽ അധികാരത്തിലെത്തിയെങ്കിൽ ഇത്തവണ അത് 21-ലേക്ക് ഒതുങ്ങി. LDFന് 23 സീറ്റുകൾ നേടാനായി. BJPക്ക് 6 സീറ്റും ലഭിച്ചു. തങ്ങൾക്ക് അനുകൂലമായ പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിച്ചുവെങ്കിലും നേട്ടമുണ്ടാക്കാൻ UDFനായില്ല. കണ്ണൂരിൽ മികച്ച വിജയം നേടാമെന്നായിരുന്നു UDFന്റെ കണക്കുകൂട്ടൽ. 27 സീറ്റ് കൊണ്ട് UDFന് ഇവിടെ തൃപ്തിപ്പെടേണ്ടി വന്നു. കേവല ഭൂരിപക്ഷം ലഭിക്കാൻ 28 സീറ്റുകളാണ് വേണ്ടത്. കോൺഗ്രസ് വിമതൻ ഇവിടെ ജയിച്ചത് നേതൃത്വത്തിന് തിരിച്ചടിയായി. LDFന് 26 സീറ്റും ലഭിച്ചു. വിമതൻ ഉൾപ്പെടെ 2 സ്വതന്ത്രരുടെ നിലപാടുകൾ ഇവിടെ നിർണായകമാകും. കണ്ണൂർ കോർപ്പറേഷനിൽ ഉണ്ടായ തിരിച്ചടി കണ്ണൂരിലെ കോൺഗ്രസിനെ നയിക്കുന്ന മുതിർന്ന നേതാവ് K. സുധാകരനും ക്ഷീണമായിരിക്കുകയാണ്. അതേസമയം കൊല്ലവും കോഴിക്കോടും വലിയ മാർജിനിൽ LDF നിലനിർത്തി. കൊല്ലത്ത് LDFന് 35 സീറ്റുകളും UDFന് 16 സീറ്റുകളും ലഭിച്ചു. BJP 1 സീറ്റും നേടി. അതേസമയം RSPക്ക് വലിയ തിരിച്ചടിയാണ് കോർപ്പറേഷനിൽ ഉണ്ടായത്. മത്സരിച്ച 11 സീറ്റുകളിൽ 4 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത്. കോഴിക്കോട് കോർപ്പറേഷനിൽ LDFന് തിളക്കമാർന്ന വിജയമാണ് നേടാനായത്. LDF 47 വിജയിച്ചപ്പോൾ UDFന് 20 സീറ്റുകൾ മാത്രമേ പിടിക്കാനായുള്ളൂ. BJP 7 സീറ്റുകളിലും വിജയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം നേടാനായില്ല. LDF 42 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ BJP 34 സീറ്റുകളിലാണ് വിജയിച്ചത്. 21 സീറ്റ് നേടി UDF 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കോർപ്പറേഷനിൽ BJP വിജയിച്ച 34 വാർഡുകളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്കോ 4-ാം സ്ഥാനത്തേക്കോ പിന്തള്ളപ്പെട്ടു. കോൺഗ്രസ് വിജയിച്ച 21 വാർഡുകളിൽ BJP 3-ാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടു. BJPയും കോൺഗ്രസും പരസ്പരം വോട്ടുമറിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുനിസിപ്പാലിറ്റികളിലും LDF മികച്ച വിജയം സ്വന്തമാക്കി. ആകെയുള്ള 86 മുനിസിപ്പാലിറ്റികളിൽ 44 LDF ജയിച്ചു. UDF 41 എണ്ണവും സ്വന്തമാക്കി. പാലക്കാട് നഗരസഭയിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്ന 86 നഗരസഭകളിൽ ഭൂരിഭാഗം ഇടങ്ങളിലും LDF വൻ വിജയം നേടി. കാഞ്ഞങ്ങാട്, രാമനാട്ടുകര, മാനന്തവാടി, തിരൂർ, പൊന്നാനി, വടക്കാഞ്ചേരി, തൃപ്പൂണിത്തറ, ഏലൂർ, പെരുമ്പാവൂർ, ഈരാറ്റുപേട്ട, വൈക്കം, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, അടൂർ, നെയ്യാറ്റിൻകര, വർക്കല നഗരസഭകൾ LDF UDFിൽ നിന്നും പിടിച്ചെടുത്തു. ആന്തൂരിൽ മുഴുവൻ സീറ്റിലും വൻ വിജയമാണ് LDF നേടിയത്. മലപ്പുറം ജില്ലയിലെ തിരൂർ, പൊന്നാനി നഗരസഭകൾ പിടിച്ചെടുത്തും പെരിന്തൽമണ്ണ നിലനിർത്തിയും LDF മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. പലയിടങ്ങളിലും ലീഗ് കോട്ടകൾ നിലംപൊത്തി. കൊണ്ടോട്ടിയിൽ ലീഗിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ രൂപം കൊണ്ട മതേതര ഐക്യമുന്നണിയും പരപ്പനങ്ങാടിയിൽ ജനകീയ ഐക്യമുന്നണിയും വിജയിച്ചത് ലീഗ് നേതൃത്വത്തെ ഞെട്ടിച്ചു. പാലക്കാട് നഗരസഭ ഭരിക്കാമെന്ന BJPയുടെ മോഹം ഇത്തവണയും പൂവണിഞ്ഞില്ല. എന്നാൽ 24 സീറ്റുകൾ നേടി BJP ഇവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. UDFിന്റെ ശക്തി കേന്ദ്രമായിരുന്ന സുൽത്താൻ ബത്തേരിയിൽ LDF UDF കക്ഷികൾ തുല്യ സീറ്റ് നേടി. ഒറ്റപ്പാലം LDFന് നഷ്ടമായി. കുന്നംകുളം, ഇരിങ്ങാലക്കുട, ചാലക്കുടി നഗരസഭകളിൽ ഇരു കക്ഷികൾക്കും തനിച്ച് ഭൂരിപക്ഷം ലഭിച്ചില്ല. തിരുവല്ല LDFിൽ നിന്നും UDF പിടിച്ചെടുത്തു. പന്തളത്ത് LDF ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടും ചേർത്തലയും UDF വിജയിച്ചപ്പോൾ മറ്റ് നഗരസഭകളിൽ ഇരുമുന്നണികൾക്കും വ്യക്തമായ മേധാവിത്വം ലഭിച്ചില്ല. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മുഴുവൻ നഗരസഭകളും LDF കൈപ്പിടിയിലൊതുക്കി. PV കുട്ടൻ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന്റെ കാരണം ഇപ്പോൾ തുറന്നു പറയുന്നില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. നേതാക്കന്മാരുടെ പ്രതികരണങ്ങളിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF പ്രതീക്ഷിച്ച വിധത്തിലുള്ള വിജയം ഉണ്ടായില്ല. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു റിസൾട്ടാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഈ തെരഞ്ഞെടുപ്പും ഭരണത്തിൻ്റെ വിലയിരുത്തലാകും എന്ന്
ഞാൻ പ്രചരണത്തിൻ്റെ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു. അത് എൻ്റെ ഒരു വിശ്വാസമാണ്. ഞാൻ എല്ലാ തിരഞ്ഞെടുപ്പിലും അത് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, കാരണങ്ങളെക്കുറിച്ച് പഠിക്കും, അത് പരിശോധിക്കും. അത് പാർട്ടി തലത്തിൽ, മുന്നണി തലത്തിൽ, ഗവൺമെൻറ് തലത്തിൽ ആവശ്യമായ തിരുത്തലുകൾ സ്വീകരിക്കും. BJP ആയിട്ട് കോൺഗ്രസ് ഒക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമോ? അന്ന് കോൺഗ്രസ് അല്ലാതെ ആകത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് നോക്കണ്ട. അത് ഒരു വിധത്തിലുള്ള ഐക്യവും ഒരു ധാരണയോ ഒരു സ്റ്റേജിലും കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. ഈ പരാജയ കാരണങ്ങളെപ്പറ്റി വളരെ ഗൗരവമായി പാർട്ടി UDFും പരിശോധിക്കും. തന്നെയുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായിരിക്കുന്ന ഈ വിജയം ഗൗരവതരമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. തൊലിപ്പുറത്തെ ഒരു ചികിത്സ കൊണ്ട് ഭേദമാക്കാൻ കഴിയുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജനവിധി പൂർണ്ണമായും അംഗീകരിക്കുന്നു. UDFന് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ല. ആയാലും ജനവിധി തന്നെയാണ്. അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏതെല്ലാം തലത്തിലാണ് പാർട്ടിക്ക് പോരായ്മ വന്നിട്ടുള്ളത്, കുറവുകൾ ഉണ്ടായിട്ടുള്ളത്, അതുപോലെ ഏതെല്ലാം തലത്തിൽ പാളിച്ചകൾ വന്നിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി പരിശോധിച്ച് വളരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. BJPക്ക് തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ ചില മേഖലകളിൽ വന്നിട്ടുള്ളത് പ്രാഥമിക വിലയിരുത്തൽ അതൊരു താൽക്കാലിക വിജയം എന്നുള്ള നിലയിലാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഈ ജനവിധിയിൽ എന്തെല്ലാം നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ തീർച്ചയായിട്ടും പഠിക്കും. പാർട്ടിയും ഗവൺമെൻറ്റും തീർച്ചയായിട്ടും ജനവിധിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾക്കൊക്കെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. വിചാരിച്ചത്ര വിജയം നേടാൻ സാധിച്ചില്ല എന്നുള്ളതൊരു പോരായ്മ തന്നെയാണ്. പക്ഷേ UDFന് അങ്ങനെ ഒരു കനത്ത തിരിച്ചടി ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. മുൻകാലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം LDFന് ഇതിനേക്കാൾ മോശമായ തിരിച്ചടിയായിരുന്നു കിട്ടിയത്. 20-17 സീറ്റ് കേരള കോൺഗ്രസ് നേടുവാൻ കഴിഞ്ഞു. അതായത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആർജിക്കുവാൻ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു ചരിത്ര വിജയമാണ്. ഏറ്റവും വലിയ അഭിമാനത്തിന് വക നൽകുന്ന ഒരു കാര്യമാണ്. ഇത് വാസ്തവത്തിൽ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാലായിലെ വിജയം അത്യുജ്വലമായ വിജയമാണ് പാലായിൽ ലഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ പൊതുവെ ചില സ്ഥലങ്ങളിൽ പരാജയം ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണങ്ങളുണ്ട്, പൊതുവായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതാണ്. ഏതായാലും പാലായെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ബാർക്കോഴയുടെ വിജയം കാര്യം ചില ആളുകൾ പൊക്കിപ്പിടിക്കുന്നുണ്ട്. ബാർക്കോഴ ബാധിച്ചിരുന്നെങ്കിൽ പാലായിലല്ലേ ബാധിക്കേണ്ടത്? പാലായില് ഒമ്പിച്ച ഭൂരിപക്ഷം നൽകി ജനങ്ങൾ എന്നെ വിജയിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായിട്ടുള്ള നേട്ടം വ്യക്തമാക്കുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഭാരതീയ ജനതാ പാർട്ടിക്കും നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനുമെതിരായി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും നടത്തിയ കുപ്രചരണങ്ങൾ ജനങ്ങൾ പരിപൂർണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. 2, ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അപ്രസക്തമാണെന്നും CPMും കോൺഗ്രസും തമ്മിലാണ് കേരളത്തിൽ മത്സരം നടക്കുന്നത് എന്നുമുള്ള വ്യാഖ്യാനങ്ങൾ, ആ വ്യാഖ്യാനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചില്ല.